രാവിലെ 4:30 നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. 4:45 ബ്രൈഡിന്റെ വീട്ടിലോട്ട് റീച്ച് ആയി. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക്. ആദ്യം ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം കുറവായിരുന്നു, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അനിയത്തിക്കുട്ടിയെ പെട്ടെന്ന് റെഡി ആക്കി അവൾക്കും ഗസ്റ്റ് മേക്കപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ട് നേരെ വീട്ടിലോട്ടാണ് വന്നത്. വന്നുണ്ടെ തന്നെ അവിടുന്ന് സാധനങ്ങൾ നമ്മൾ അടുത്ത ക്ലയന്റ് വീട്ടിലോട്ടാണ് വന്നത്. നമുക്ക് 2 ഹെയർ സ്റ്റൈലിങ്ങും ഒരു സാരി ഡ്രേപ്പിംഗും ഉണ്ട്. അങ്ങനെ അവിടെ എത്തിയത് ഗോപു ആണിത്. ഗോപുവിന് ഈ ഒരു ഹെയർ സ്റ്റൈൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോപുവിന്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു ഹെയർ സ്റ്റൈലിംഗ് സാരി ഡ്രേപ്പിംഗ്. അതെല്ലാം ചെയ്ത് നേരെ വീട്ടിലോട്ട് വന്നു. വന്നടുത്ത് നേരെ റെഡി ആയിട്ട് നമ്മൾ മണ്ഡപത്തിലോട്ടാണ് പോകുന്നത്. സാരി ചേഞ്ചിങ് ഉണ്ട്. അങ്ങനെ നേരെ മണ്ഡപത്തിൽ എത്തിയപ്പോൾ അവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ പോയി സദ്യ കഴിച്ചു. സദ്യ കഴിച്ചിട്ട് വന്നിട്ടാണ് പ്രീപ്ലീറ്റ് ഒക്കെ ചെയ്ത് വെച്ചത് സാരി. ആദ്യക്ക് ടച്ചപ്പിന്റെ ആവശ്യം പോലും വന്നില്ല. നമ്മൾ രാവിലെ എങ്ങനെ ഇട്ടോ അതുപോലെ തന്നെ മേക്കപ്പ് ഉണ്ടായിരുന്നു. ഒരു രീതിക്ക് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സെക്കൻഡ് സാരിയും ചേഞ്ച് ചെയ്ത് തേർഡ് സാരിയും ചേഞ്ച് ചെയ്തു. ചെറുക്കന്റെ വീട്ടിലെ റിസപ്ഷന് നമ്മളാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറെ തന്നെ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി, കാരണം ഞാൻ ആകെ വിയർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ചെറുക്കന്റെ വീട്ടിലോട്ട് വന്നു ഒരു 45 മിനിറ്റ് കിട്ടിയുള്ളൂ ഈ ഒരു ഫുൾ ലുക്ക് ചെയ്യാനായിട്ട്. ആദ്യം വീട്ടുകാർ മേക്കപ്പിലെല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കേട്ട സന്തോഷത്തിലാണ് വീട്ടിലോട്ട് വന്നത്.